തിരുപ്പതി ലഡു വിവാദത്തിൽ AR ഡയറി ഫുഡ്സിന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. AR ഫുഡ്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും തിരുപ്പതി ദേവസ്ഥാനം അറിയിച്ചു. സംഭവത്തിൽ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി പൊതുതാൽപര്യ ഹർജി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, എന്തായാലും തിരുപ്പതി ലഡു വിവാദം അത് കൂടുതൽ ശക്തമാവുകയാണ്. കാരണം അങ്ങോട്ടേക്ക് ഈ മൃഗക്കൊഴുപ്പ് എത്തിച്ച കമ്പനിക്കെതിരെ ആ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതിനിടെയാണ് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഈ സംഭവത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, തിരുപ്പതി പ്രസാദം നിർമ്മിക്കുവാൻ വേണ്ടി നെയ്യ് വിതരണം ചെയ്ത AR ഫുഡ് സേഫ്റ്റിക്ക് പരിശോധന നടത്തിയിരുന്നു. അവരുടെ ഗോഡൌണിലും ദിണ്ടിഗലുള്ള അവരുടെ നിർമ്മാണശാലയിലുമാണ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി പരിശോധന നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇവർക്ക് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ നോട്ടീസിൽ നെയ്യിൽ ഇത്തരം അശുദ്ധ വസ്തുക്കൾ, മീനെണ്ണയും അതേപോലെ തന്നെ മൃഗക്കൊഴുപ്പും അടക്കം കലർന്ന സാഹചര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതേസമയം വിശദീകരണം തൃപ്തികരമല്ല, അല്ലെങ്കിൽ ഇവരുടെ ലൈസൻസ് അടക്കമുള്ളവ റദ്ദാക്കുന്ന നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ശക്തമായ നടപടികളുമായി നീങ്ങാനാണ് കേന്ദ്ര സർക്കാർ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെ ഈ ലഡു വിവാദവുമായി ബന്ധപ്പെട്ട നിയമ വ്യവഹാരങ്ങൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും തുടരുകയാണ്. ഇന്നിപ്പോൾ BJPയുടെ സുബ്രഹ്മണ്യം സ്വാമി ഇതുമായി ബന്ധപ്പെട്ട ഹർജി വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരിക്കുകയാണ്. സമാനമായ നിരവധി ഹർജികൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നു. മാത്രമല്ല ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിലും സമാനമായ ഹർജികൾ നിലനിൽക്കുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള കോടതിയിൽ ഈ വിഷയത്തിൽ കോടതി എന്ത് ഇടപെടൽ നടത്തുമെന്നുള്ളത് ഏറെ നിർണായകമാണ്. അതേസമയം ഹൈന്ദവ സംഘടനകളും സന്യാസി സമൂഹവും ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആന്ധ്രാപ്രദേശിലെ സാധു സംഘം, സന്യാസിമാരുടെ സംഘടന അവിടെ തിരുപ്പതി ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങിന് പുറത്ത് പ്രതിഷേധിക്കുകയാണ്. അതേപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹൈന്ദവ സംഘടനകളും ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നിരിക്കുന്നു. നന്ദഗോപാൽ, അതേപോലെ തന്നെ നേരത്തെ ഉള്ള മുൻ സർക്കാർ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്ന് നിലവിലുള്ള മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തന്നെയാണ് വ്യക്തമാക്കിയത്. അങ്ങനെ വരുമ്പോൾ ഈ കേസിന്റെ മുന ജഗൻമോഹൻ റെഡ്ഡിയിലേക്ക് എത്തുമോ? അത് മാത്രമല്ല, അദ്ദേഹം തിരുപ്പതിയിലെ ദേവസ്ഥാനത്തെ ചെയർമാൻ അടക്കമുള്ള ആളുകളെ, അഹിന്ദുക്കളായിട്ടുള്ള ആളുകളെയാണ് അന്ന് നിയമിച്ചത് തുടങ്ങിയ വാർത്തകളും പുറത്തു വരുന്നുണ്ടല്ലോ നന്ദഗോപൻ. തീർച്ചയായിട്ടും YSR കോൺഗ്രസിനും ജഗൻമോഹൻ റെഡ്ഡിക്കുമെതിരെയാണ് ശക്തമായ പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത്. ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ ഭരിച്ചിരുന്ന സമയത്താണ് ഇത്തരം കൃത്രിമം അവിടെ നടന്നത്. അതായത് നെയ്യിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും അടക്കം കലർത്തിയ സംഭവം ഉണ്ടായത് ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. അവിടെ ക്ഷേത്രഭരണത്തിന്റെ ചുമതല ഈ YSR കോൺഗ്രസ് നേതാക്കൾക്കായിരുന്നു. അവിടുത്തെ മുൻ ചെയർമാൻ അടക്കമുള്ളവർ ഹിന്ദുക്കളായിരുന്നു എന്നും ക്ഷേത്രത്തെ നശിപ്പിക്കാനാണ് അവർ ശ്രമിച്ചതെന്നും ക്ഷേത്രത്തെ കച്ചവട സ്ഥാപനമായി മാത്രമായിരുന്നു കണ്ടിരുന്നതെന്നുമാണ് സന്യാസി സമൂഹം ആരോപിക്കുന്നത്. മാത്രമല്ല, അവിടെ ജീവനക്കാരായിട്ട് അഹിന്ദുക്കളായ നിരവധി പേരെ നിയോഗിച്ചുകൊണ്ട് ക്ഷേത്ര ചൈതന്യത്തെ തന്നെ തകർക്കുവാനുള്ള ശ്രമമുണ്ടായി എന്നുള്ളതാണ് സന്യാസി സമൂഹം ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. നേരത്തെ തന്നെ അവിടെ ക്രിസ്തീയ മതപരിവർത്തനത്തിനുള്ള വേദിയായിട്ട് തിരുപ്പതി ക്ഷേത്രത്തെ മാറ്റുകയാണ് എന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിലനിന്നിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് അവിടെ ജീവനക്കാർ കൂടുതലും മറ്റ് ഇതര മതവിശ്വാസികളാണ് എന്നുള്ള ആരോപണങ്ങൾ പുറത്തു വന്നത്. ഇപ്പോൾ സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ഹൈന്ദവ സംഘടനകളും സന്യാസി സമൂഹവും ചൂണ്ടിക്കാണിക്കുന്നത്. ക്ഷേത്ര ചൈതന്യത്തെ തകർക്കുവാനുള്ള ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അവിടെ ഈ മീനെണ്ണയും അതേപോലെ തന്നെ മൃഗക്കൊഴുപ്പും അടക്കം കലർത്തിയ നെയ്യ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ക്ഷേത്രങ്ങളെ പൂർണ്ണമായും സർക്കാർ വിമുക്തമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാർക്ക് നിവേദനം നൽകുക മാത്രമല്ല, എല്ലായിടത്തും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാനും ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ 400-ലധികം ക്ഷേത്രങ്ങൾ, കേരളത്തിലെ ക്ഷേത്രങ്ങൾ അടക്കം വിമോചിപ്പിക്കണം, സർക്കാർ ഭരണത്തിൽ നിന്ന് മുക്തമാക്കണം എന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആവശ്യം. മാത്രമല്ല, ഇന്നലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദേശീയ നേതൃത്വം ചൂണ്ടിക്കാണിച്ചത് തിരുപ്പതി സംഭവം അത് ആകസ്മികമായ ഒരു സംഭവമല്ല, മറിച്ച് ഇത് കേരളത്തിൽ ശബരിമലയിലും അതേപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂരും അടക്കം ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിരുന്നു. അവിടുത്തെ പ്രസാദങ്ങളിലും ഇത്തരം അശുദ്ധ വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു എന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആരോപിച്ചത്. ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് വരുന്നു. അപ്പോഴാണ് ഇങ്ങോട്ടേക്ക് മൃഗക്കൊഴുപ്പ് അടങ്ങിയ നെയ്യ് അങ്ങോട്ടേക്ക് എത്തിച്ച കമ്പനിക്കെതിരെ
കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നത്, കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.